ഹായ്, സുരയ്യാസ് ആർട്ടിസ്ട്രി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. വളരെ ചെറിയ ഒരു കാര്യം, എന്നാൽ അത് വളരെ വലുതുമാണ്. അപ്പോൾ തയ്ക്കാൻ പോവുകയാണ്. വീണ്ടും കുഷൻ കവർ കണ്ടല്ലോ, ആ ഒരു 2 മിനിറ്റ് കൊണ്ടാണ് നമ്മളത് ചെയ്തത്. അത് ഒത്തിരി പേര് ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഒരു ദിവസം കാണിക്കുന്നുണ്ട് നിങ്ങളെ. അപ്പോൾ ഇന്ന് ഞാനൊരു കഫ്താനാണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ കഫ്താൻ എന്ന് പറഞ്ഞാൽ ഒരു 5-10 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. ഒന്നുമില്ല, അത് നല്ല ക്ലിയർ ആയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ പോവുകയാണ്. ഒന്നും അറിയാത്തവർക്കും മെഷീനുണ്ട്, വെറുതെ ഒന്ന് റൺ ചെയ്യും മെഷീൻ എന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഷോർട്ട് വേണോ, ലോങ് വേണോ, നീ ലെങ്ത് വേണോ, ഫ്ലോർ ലെങ്ത് വേണോ, അതൊക്കെ നിങ്ങൾ നിശ്ചയിക്കുക. പാറ്റേൺ നന്നായി പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2 മീറ്ററാണ്. കറക്റ്റ് 2 മീറ്റർ റയോണിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ അത് നല്ല ഫ്ലോ ഉണ്ടാവും, അതുകൊണ്ടാണ് അത് എടുത്തിരിക്കുന്നത് 2 മീറ്റർ. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ടേപ്പ് അത്യാവശ്യം വേണം, കത്രിക വേണം. ഇതൊന്നും അത്യാവശ്യമില്ല. ഇതില്ലാന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല വരയ്ക്കാൻ. ഇത് ഇല്ലാതെയും നമുക്ക് വരയ്ക്കാം. പിന്നെ ഉള്ളത് നമുക്കിപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും മാർക്കിംഗ് ചോക്ക് ഇങ്ങനെ എന്തെങ്കിലും മാർക്ക് ചെയ്യാൻ, തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇതൊക്കെ തന്നെ യൂസ് ചെയ്യണം. ഇത് ഞാൻ എടുക്കും. പിന്നെ ഉള്ളത് എന്താണ്, ഒരു മൊട്ടുസൂചി. കാരണം ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെ മൊട്ടുസൂചി കുത്തിയിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര കൃത്യമായി നമുക്കെല്ലാം വരയ്ക്കാൻ പറ്റും. വരയ്ക്കുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു ശക്തി കൊണ്ട് തുണി നീങ്ങിപ്പോവുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടെല്ലാം ഒഴിവാക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു മൊട്ടുസൂചി ഇത് കണ്ടില്ലേ ഇതൊക്കെ എടുക്കുന്നത്. മെറ്റീരിയൽ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്, നന്നായി അയൺ ചെയ്തിട്ടുണ്ട്. 2 മീറ്റർ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. നീളം ഞാൻ നോക്കുന്നില്ല, ഈ 2 മീറ്ററിൽ കിട്ടുന്ന നീളം തന്നെയാണ് എടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഫോൾഡിങ് നീളത്തിന് നമ്മൾ മടക്കി 2ആയിട്ട് മടക്കി. ഇതാണ്ടോ, ബിഗിനേഴ്സ് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുക 2 കാര്യങ്ങൾ. ഒന്ന് എന്ന് പറയുന്നത് ഇടതുവശം, നമ്മുടെ തുണി നമ്മൾ കട്ട് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഇടതുവശവും എൻ്റെ ഈ ഫേസിങ് സൈഡും ക്ലോസ്ഡ് ആയിരിക്കുക. അതേണ്ടതാ, ഓപ്പൺ ഇല്ല, ക്ലോസ്ഡ്. ഇതും ക്ലോസ്ഡ്. ഇങ്ങനെ 2 എണ്ണം കാണും, 4 പേജ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് ക്ലോസ് ആയിരിക്കും. ഇനിയോ ഈ ഒരു സൈഡ് കണ്ടോ, 4 പേജും ഓപ്പൺ ആണ്. കണ്ടോ, ഇവിടെ നമുക്ക് 4 പേജ് 2ആയിട്ടേ കാണുള്ളൂ, ക്ലോസ്ഡ്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ്ഡ് ആയിരിക്കും. ഇവിടെ പേജ് 4 എണ്ണം കാണും. 1, 2, 3, 4. ഈ താഴെ വരുമ്പോഴും അത് തന്നെ ആയിരിക്കും. കണ്ടില്ലേ, ഓപ്പൺ. അപ്പം ഈ കാര്യം മാത്രം ബിഗിനേഴ്സ് ശ്രദ്ധിച്ചാൽ മതി. ഇനിയുള്ള 2ാമത്തെ ശ്രദ്ധ, നല്ല വശമാണ് തുണി മാർക്ക് ചെയ്യുന്നത്. അത് കാരണം സ്റ്റിച്ചെല്ലാം വരുന്നത് നല്ല സൈഡിലാണ്. അപ്പോൾ ഇത് തുടങ്ങാം അല്ലേ. ആദ്യം കഫ്താന് വേണ്ടി നമ്മൾ വരയ്ക്കുന്നത് നെക്കാണ്, ഷോൾഡറും. ആ ഷോൾഡർ കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ടുള്ളത് കൈയാണ്. നമ്മളൊരു അളവ് ഉടുപ്പ് വെച്ചിട്ടാണ് ഞാനിത് കാണിക്കാൻ പോകുന്നത്. കണ്ടോ, ഒരളവ് ഉടുപ്പ്. അപ്പോൾ നമ്മൾ അളവുകൾ പറഞ്ഞാൽ എല്ലാവർക്കും തുന്നാൻ പറ്റില്ല. അപ്പോൾ ഒരളവ് ഉടുപ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ കഫ്താൻ തുന്നി കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒന്നും അറിയാത്തവരാണ്, മെഷീൻ ഒന്ന് റൺ ചെയ്യാനേ അറിയുള്ളൂ, അല്ലാതെ ഒന്നും അറിയില്ല. എന്നാൽ കൂടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കഫ്താൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കഴുത്തളവൊന്നും വേണ്ട, ഞാൻ പറയുന്ന കഴുത്ത് കോമൺ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഈ ക്ലോസ്ഡ് സൈഡിൽ ഈ കഴുത്ത് ഫസ്റ്റ് ഒന്ന് ഇവിടെ ഞാൻ മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ടേപ്പും എടുത്തു, ചോക്കും എടുത്തു. ചോക്ക് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ 3 ഇഞ്ചാണ് കഴുത്തിന് അകലം കൊടുക്കാൻ പോകുന്നത്. കണ്ടോ, 3. അടുത്ത് ഞാൻ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 5 ഇഞ്ച് കൊടുക്കാൻ പോവുകയാണ്. കഫ്താനൊക്കെ ആകുമ്പോൾ നമുക്ക് ഒത്തിരി ഇറങ്ങേണ്ട ആവശ്യമില്ല, 5. ഇനി അതേ സമയത്ത് തന്നെ ബാക്ക് നെക്കിൻ്റെ 3ഉം ഇതേ പേജിൽ തന്നെ കൊടുക്കാം. കണ്ടോ, ഇതൊരു കോമൺ ആയിട്ട് എല്ലാവർക്കും ചേരുന്ന നെക്ക് നമ്പേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതും മാർക്കിംഗ് ചോക്കാണ്, ഇതും മാർക്കിംഗ് ചോക്കാണ്. തുണിയിൽ എപ്പോഴും മാർക്കിംഗ് ചോക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, മാർക്കറൊന്നും വെച്ച് ചെയ്യരുത്. ഇപ്പം സംശയമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഇവിടുന്നും 3 കൊടുക്കുക, 5ൻ്റെ അവിടെ. എന്നിട്ട് നല്ല ഒരു ബോക്സ് അങ്ങോട്ട് വരച്ചു കൊടുക്കാം നമുക്ക്. അതെ, നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ഈ ചോക്ക് എടുക്കുകയാണ്. കണ്ടോ,
തിരിച്ച് 5ൻ്റെ അവിടെ അത് ബ്ലോക്ക് ചെയ്യാം. അതേസമയം തന്നെ 3 ഇഞ്ച് എന്ന ബാക്ക് നെക്കിനെയും ഇങ്ങനെ ഒന്ന് ബോക്സ് ആക്കി കൊടുക്കാം. കണ്ടോ? അറ്റ് എ ടൈം തന്നെ നമ്മൾ 5, 3 എന്ന ബോക്സ് വരച്ചു. അതിൽ ബാക്ക് നെക്കിന് 3 കൊടുത്തു. ഇനി ബാക്ക് നെക്ക് ഞാനൊന്ന് വരയ്ക്കാൻ പോവാണ്. യു ഷേപ്പ്, ഇതിലൊന്നുമില്ല, അതെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. കണ്ടോ? യു ആയി. കണ്ടോ? അതുപോലെ ഫ്രണ്ട് നെക്കിനെയും ഞാൻ യു തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ വേറെ ഒന്നും കൊടുക്കുന്നില്ല. കണ്ടോ? അപ്പോൾ എൻ്റെ ബാക്ക് നെക്ക് വന്നു 3-ൽ, എൻ്റെ ഫ്രണ്ട് നെക്ക് വന്നു 5-ൽ. ഇത്രയേ ഉള്ളൂ. ഇത് കട്ട് ചെയ്യാണ് ആദ്യത്തെ പരിപാടി. ഇതിൽ നമുക്ക് ഷോൾഡർ പിന്നെ കൈ എല്ലാം ഈ തുണിയിൽ അങ്ങ് കിടക്കും. ഇതിന് വേറെ ഒരു മാർക്കിങ്ങും നമുക്ക് വേണ്ട. ഷോൾഡർ ഒന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഉടുപ്പായതുകൊണ്ട്. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കുക, ബാക്ക് നെക്ക് രണ്ടും കൂടി ചേർത്തങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. കണ്ടോ? ഇതാണ്. രണ്ടും പോയി. എന്നാൽ നമുക്ക് രണ്ടും കൂടി ചേർത്ത് ഫ്രണ്ട് വെട്ടാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഈ ബാക്ക് പീസിനെ പതിയെ അങ്ങോട്ട് നീക്കി വെച്ചു കൊടുക്കാം. കണ്ടോ? ഫ്രണ്ട് മാത്രമേ ഇപ്പം നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ആ ഫ്രണ്ടിനെയും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ? ബാക്ക് നെക്ക്, ഫ്രണ്ട് നെക്ക്. ഇത്രയും മനസ്സിലായല്ലോ. ഞാനിപ്പോൾ ഈ മെറ്റീരിയൽ എടുത്തിട്ട് ഓപ്പൺ ചെയ്യാൻ പോവാണ്. എല്ലാം നല്ല കഴുത്ത്. ഇപ്പം നമുക്ക് മനസ്സിലാവും. കണ്ടോ? ഫ്രണ്ട് നെക്ക്, ബാക്ക് നെക്ക്. അപ്പോൾ നല്ലതായിട്ട് ക്ലീൻ ആയിട്ടൊന്ന് പ്ലേസ് ചെയ്തേക്കുക. ബിഗിനേഴ്സിന് വേണമെങ്കിൽ ഇപ്പോൾ പഴയ ദുപ്പട്ട വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഷിഫോൺ മെറ്റീരിയൽ, റയോൺ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 2-3 പിന്നൊക്കെ ഇങ്ങനെ ഒന്ന് കൊടുത്താൽ നിങ്ങൾക്ക് വലിയ ടെൻഷൻ ഇല്ലാതെയൊക്കെ കൊടുക്കാൻ പറ്റും. ഈ തുണി ഒന്ന് മൂവ് ചെയ്യും എന്നുള്ള പേടിയൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു 2-3 ഒരു പിന്നൊന്ന് കൊടുത്തേക്കൂ. എൻഡുകളെല്ലാം ഒന്ന് കൃത്യമാക്കി വെച്ചുകൊണ്ട് 1-2 പ്രാവശ്യം പിൻ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് വേണ്ട എല്ലാം നല്ല ലെവലായിട്ട് കിട്ടും. ഇനി ഞാൻ അളവുടുപ്പ് ഇതിൽ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. റൈറ്റ് സൈഡാണ് കിടക്കുന്നത്. ഇവിടേക്ക് നമുക്ക് ആവശ്യമുള്ള ഉടുപ്പ് ഏതാണോ അതിനെ ഒന്ന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധയോടെ ചെയ്യുക. കാരണം ഈ ഒരു നെക്കിൻ്റെ സെൻറ്ററിൽ തന്നെ നമ്മുടെ അളവിൻ്റെ ഉടുപ്പും സെൻറ്റർ വെച്ചിട്ട് വയ്ക്കുക. നമ്മൾക്ക് വേണ്ടുന്ന ഉടുപ്പിനെ ഞാനിവിടെ ഇതിൻ്റെ പുറത്ത് നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇറക്കം പ്രശ്നമല്ല. നമുക്കിവിടെ വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഈ ആംപിറ്റിൻ്റെ ഇത് കണ്ടല്ലോ, ഇവിടെ നിന്ന് ഇവിടെ 1 ഇഞ്ചും കൂടി ഇങ്ങോട്ട് മാറ്റി കണ്ടോ, 1 ഇഞ്ച് മാറ്റി ഒന്നതാണ്. ഇവിടെ എല്ലാം 1 ഇഞ്ച് മാറ്റി വരച്ചു കൊടുക്കുക. കണ്ടോ? ഇവിടെ മാത്രം 1 ഇഞ്ച് മാറ്റി. ഇവിടെയൊക്കെ നമുക്ക് കുഴപ്പമില്ല, ബട്ടർഫ്ലൈ പോലെ കിടക്കുന്നത് കൊണ്ട് ബട്ടർഫ്ലൈ ടോപ്പ് എന്നും അറിയപ്പെടും ഇത്. ഇത്രയേ ഉള്ളൂ. കണ്ടോ? വേറെ നമുക്ക് ഷോൾഡർ ഒന്നും നമുക്ക് അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇത്ര മാത്രമേ നമുക്ക് വേണ്ടൂ. അതുപോലെ തന്നെ ആ സൈഡിലും. ഇനി നമുക്ക് ഇത് സ്കെയിൽ വെച്ച് വരച്ചു കൊടുക്കാം. അല്ല എങ്കിൽ ടേപ്പ് വെച്ച് വരച്ചു കൊടുക്കാം. ഇനി ഒന്നും വെച്ച് വരച്ചില്ലെങ്കിൽ ഞാനിതിപ്പോൾ എടുത്ത് കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ മാർക്കിംഗ് എന്ന് പറയണേ. ഇവിടെ ഞാനിപ്പോൾ ഇത് വരച്ച് കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ. ഇവിടം വരെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളതാണ് അവിടെ നമ്മൾ ആംപിറ്റിൻ്റെത് പോയിന്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അവിടെയും വരച്ച് കാണിച്ചു തരാം. എനിക്ക് കാണാൻ വേണ്ടിയാണ് നല്ലതായിട്ട് വരയ്ക്കുന്നത് കേട്ടോ.
കണ്ടോ, ഇപ്പം തന്നെ നമുക്ക് കഴിഞ്ഞില്ലേ, കഫ്താൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി കഴുത്ത് തയ്ച്ച് ഇവിടെയും തയ്ക്കണം. അപ്പം ഇവിടെ തയ്ക്കുമ്പോൾ ഞാനിപ്പോൾ തയ്ച്ച് കാണിച്ചു തരാം. ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചേക്കുന്നത് വളരെ വലിയൊരു യൂസാണ് കേട്ടോ. ഇതേ കണ്ടോ, ഇതേ ഇതോടുകൂടി നമുക്ക് മെഷീനിൽ പോകാം. ഈ സമയത്ത് നിങ്ങൾക്ക് ആ സൈഡിലും പിന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്കറിയാം, കഫ്താനിന് നെക്ക് മാത്രമാണ് മെയിനായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ക്രോസ് പീസ് ജോയിൻറ്റ്, സത്യം പറഞ്ഞാൽ ഇത് ഒരു 2 മീറ്റർ മെറ്റീരിയൽ ആയതുകൊണ്ട് എക്സ്ട്രാ മെറ്റീരിയൽ ഇല്ല. പിന്നെ ഒരു അരികിൽ നിന്ന് ഒരല്പം എടുത്ത് കുറേ ജോയിൻ്റ് ഉണ്ട് കണ്ടോ, ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്രോസ് പീസ്. അതായത് ബയാസ് എന്ന് പറയും, ബയാസ് സ്ട്രിപ്പ്. ഇനി ഇതിനെ ഞാനൊന്ന് രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ട്, നല്ല കണ്ടോ, ഈ റോങ് സൈഡ് അകത്താക്കി രണ്ടായിട്ട് മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് ദേ ഇവിടെ ഇട്ട് കൊടുക്കാമെന്നേ. എന്നാൽ നമുക്ക് നല്ല ഈസി ആയിരിക്കും. കണ്ടോ, ദേ ഇങ്ങനെ ഒത്തിരി ഈസി ആയിട്ടുള്ള സ്റ്റിച്ചായിരിക്കും. ഇങ്ങനെ കിട്ടും ഫോൾഡ് ചെയ്ത്. ഇപ്പോൾ ഈ ഒരു ജോയിൻ്റൊക്കെ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കി ഒന്ന് നെയിൽ വെച്ച് നെയിൽ മാർക്കൊക്കെ ചെയ്ത് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ രണ്ടാക്കി ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബയാസ് സ്ട്രിപ്പ് കിട്ടും. ഇവിടെ ഞാനിത് ഇപ്പോൾ കഴുത്ത് തയ്ക്കുന്നു. ഈ കഴുത്ത് തയ്ക്കുന്ന മാത്രമേ ഉള്ളൂ നമുക്കൊരു പ്രധാന സംഭവമായിട്ട് വരുന്നത്. അപ്പോൾ അതെ, ഈ കഴുത്തിൻ്റെ അവിടെ, നിങ്ങൾ ഈ ഷോൾഡറിൻ്റെ അവിടെയൊക്കെ വേണം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ക് വെച്ചിട്ടൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ബയാസ് സ്ട്രിപ്പ്, അതായത് ക്രോസ് പീസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാണിച്ചു. അപ്പോൾ അത് ദേ ഇവിടെ വെച്ച് ഞാനൊന്ന് ഈ എൻഡൊന്ന് മടക്കി കൊടുക്കൂ, എന്നിട്ട് ഒന്ന് വെച്ചിട്ട് തയ്ച്ചു പോകണം. നല്ല സൈഡിൽ തന്നെയാണ് തയ്ക്കുന്നത്, ഇത് പിന്നീട് റോങ്ങിലേക്ക് പോകും. ക്രോസ് പീസ് വെച്ചിട്ട് നമ്മളിങ്ങനെ തയ്ച്ചു പോകുന്നു. ഒരു ഷോൾഡറിൽ നിന്നാണ്, ഷോൾഡറിന് ഒരു ജസ്റ്റ് ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി, അല്ലാതെ നമുക്കിത് ഷോൾഡറാണെന്നൊന്നും അറിയാൻ പറ്റില്ല കഫ്താനിൽ. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി അവിടെ വന്ന് അവസാനിക്കുകയാണ്. തുടക്കത്തിലും ഞാൻ കുഞ്ഞൊരു ഫോൾഡ് കൊടുത്തു, ഇവിടെയും ഞാനൊരു ഫോൾഡ് കൊടുക്കും. അപ്പോൾ അതിനായിട്ട് അഡ്വാൻസ് ആയിട്ട് ഒരു ഇച്ചിരി തുണി ഇട്ടിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയും. വേണ്ടോ, ഇതേ കണ്ടോ, ഇതാ ഇങ്ങനെ ഫോൾഡ് ചെയ്തു. ഇപ്പം അവിടെ ഞാൻ നിർത്തുകയാണ്. ഇതാണ് കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റിച്ച് തന്നെ പ്രധാനമായിട്ടുള്ളത്. ഇതേ കണ്ടോ, നമ്മൾ ഇങ്ങനെ തയ്ച്ചതിനെ നന്നായിട്ട് ഇനി അതങ്ങോട്ട് ഇങ്ങനെ പോകണം. നമുക്ക് അങ്ങനെ പോകണമെങ്കിൽ നമ്മൾ ചെറിയൊരു ടിപ്പ് ഇതിനുണ്ട്. കത്രികയുടെ എഡ്ജ് വെച്ചിട്ട് സ്മോൾ കട്ട്സ്, ഇതാ കണ്ടോ, ഞാൻ കാണിച്ചു തരാവേ. ഇതാ കണ്ടോ, ഇതുപോലെ നിറയെ കഴുത്ത് തയ്ച്ച അത്രയും സ്ഥലവും കുഞ്ഞു കുഞ്ഞ് കട്ട്സ് കൊടുത്തേക്കുക. നമുക്കിനി ഇതിൻ്റെ ഈ കഴുത്തൊന്ന് മറിച്ച് തയ്ക്കാം. ഇങ്ങനെ മറിച്ച് അകത്ത് വിട്ട് കൊടുക്കുന്നു. വേണ്ടോ, കഴുത്തിൻ്റെ ഫിനിഷിങ് കണ്ടോ, ഇങ്ങനെ വരും. നല്ല വശത്തു കൂടിയാണ് പിന്നെ ചെയ്യുന്നത്. ഇതിനെ അങ്ങോട്ട് മടക്കി കൊടുക്കുന്നു, പുറത്തുകൂടി സ്റ്റിച്ച് ചെയ്ത് വരും. നമ്മൾ ആ സ്മോൾ കട്ട്സൊക്കെ കൊടുത്തത് കൊണ്ടാണ് ദാണ്ടോ ഇവിടെ അയൺ ചെയ്ത പോലത്തെ ഫിനിഷിംഗ് ആണ് കണ്ടോ, യാതൊരു ചുളിവും ഇല്ല, നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇവിടുന്ന് ഞാനൊന്ന് തയ്ച്ചു തുടങ്ങുകയാണ്. ഇപ്പോൾ കഴുത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തു. ഇനി ഞാനിത് നമ്മൾ നേരത്തെ ആ വരച്ച് വെച്ച വരയിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് വരാൻ പോവുകയാണ്. പിന്നൊക്കെ ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഫിനിഷിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കണ്ടോ, പിടിച്ചാലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. ഈ താഴെ എൻഡ് സൈഡ് അല്ലെങ്കിൽ നിങ്ങൾ മടക്കി അടിച്ചോളുക കേട്ടോ. ഇപ്പം നമ്മളത് ചേർത്ത് വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് അടിച്ചു പോവുകയാണ്. താഴെ നിന്ന് അടിച്ച് തുടങ്ങിക്കോളുക. അപ്പോൾ ആംപിറ്റിൻ്റെ അവിടെയൊക്കെ പോകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, നല്ല സൈഡിൽ കൂടിയാണ്. ഈ ചോക്കിൻ്റെ മാർക്കെല്ലാം പിന്നീടങ്ങ് പൊയ്ക്കോളും. ആംപിറ്റിൻ്റെ മാർക്ക് നമ്മൾ നേരത്തെ ചെയ്തില്ലേ, അവിടെ കൊണ്ടുവന്ന് നല്ല കെട്ടിട്ട് നിർത്തി കൊടുക്കാം നമുക്ക്.
കഫ്താൻ റെഡി ആയിട്ടുണ്ട്. ബട്ടർഫ്ലൈ ടോപ്പ് എന്ന പേരിൽ വരും. ഇപ്പോൾ താഴെക്കാവ് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ സ്ട്രെയിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല ഫിറ്റായിട്ട് ഇപ്പോൾ കഴുത്തൊക്കെ തന്നെ വെറുതെ ഒരു തുണിയിലാണ് കട്ട് ചെയ്ത് മാറ്റി ചെയ്തിരിക്കുന്നതെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നു. അത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നമ്മുടെ കൂടെ സുരയ്യാസ് ആർട്ടിസ്ട്രി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ സ്റ്റിച്ചിങ് അറിയുന്ന നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കും സ്റ്റിച്ചിങ് അറിഞ്ഞില്ലെങ്കിലും ഇത് ചെയ്യാൻ പറ്റും കഫ്താനൊക്കെ. അപ്പോൾ നമ്മളുടെ ക്ലാസ്സുകളും ഉണ്ട്. ക്ലാസ്സുകളെക്കുറിച്ചും കൂടുതൽ അറിവുകൾ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതിൽ. അതുപോലെ തന്നെ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഇതിൻ്റെ ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസുമായിട്ട് തന്നെ നമ്മൾ വീണ്ടും വരും. വീണ്ടും ഇതിലും വലിയ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം.